സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചൻ ജോർജച്ച, നമ്മുടെ വിൻസെൻഷൻ ആശ്രമത്തിലെ പ്രിയങ്കരനായിട്ടുള്ള സുപ്പീരിയർ അച്ഛൻ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് വിൻസെൻ്റ് പോൾ സംഘടനയുടെ പ്രിയങ്കരായിട്ടുള്ള സഹോദരങ്ങളെ, നമ്മുടെ പള്ളി സ്ഥാപിച്ചിട്ട് 100 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇവിടെ വിൻസെൻ്റ് പോൾ സംഘടന പ്രവർത്തനം ആരംഭിച്ചിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാകുന്നു. നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായ ആനന്ദവും ആത്മസംതൃപ്തിയൊക്കെ ഉണ്ട്. നമ്മൾ ധനഹകാലത്തിലാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം. പക്ഷേ ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിക്കേണ്ടതും തുടരേണ്ടതും നമ്മിലൂടെയാണ്, നമ്മുടെ നന്മകളിലൂടെയാണ്. നിങ്ങൾ ഇവിടെ ഒരു ഇടവക സ്ഥാപിച്ചിട്ട് 100 വർഷം പൂർത്തിയാകുന്നു. വിൻസെൻ്റ് പോളിൻ്റെ പരോപകാര പ്രവർത്തനങ്ങൾ ഇടവകയിൽ തുടങ്ങിയിട്ട് 75 വർഷങ്ങളാകുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒരു പള്ളി പണിതു എന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധം നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ, നിങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, നിങ്ങൾക്കറിയാം, മറ്റു മാർപ്പാപ്പമാരിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തനാണ്. പലരും പറയുന്നത് മാർപ്പാപ്പ രാത്രിയിലെ വേഷം മാറി റോമിൻ്റെ തെരുവോരങ്ങളിലൂടെയൊക്കെ നടക്കാറുണ്ട്. മാർപ്പാപ്പയെ ആർക്കും തിരിച്ചറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ മാർപ്പാപ്പ ഈ തെരുവുകളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയ്ക്കൊരു സുബോധം ഉണ്ടായി. ധാരാളം പാവപ്പെട്ടവരെ ഉറങ്ങാൻ ഇടമില്ലാത്തത് കൊണ്ട് കൊടും തണുപ്പിലെ ഓരോ കെട്ടിടങ്ങളുടെ മൂലയിലും മറവിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ മാർപ്പാപ്പ ബൈബിള് വായിച്ചതിൻ്റെ പേരിലല്ല, ജനങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കണ്ടതിൻ്റെ പേരിലേ ഇപ്പോൾ ഒരു പുതിയ കാര്യം റോമിൽ നടപ്പാക്കിയിട്ടുണ്ട്. രാത്രി കിടക്കാൻ ഇടമില്ലാത്ത എല്ലാവർക്കും റോമിലെ മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ ഇടം കൊടുക്കുന്നുണ്ട്. പ്രഭാതമാകുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് കുളിച്ച് വരുമ്പോൾ ഒരു പ്രാതൽ കൊടുക്കും. എന്നിട്ട് അവരുടെ ജോലിക്കും അവരുടെ ഭിക്ഷാടനത്തിനൊക്കെ നടക്കും. മാർപ്പാപ്പ എന്തുകൊണ്ടിത് ചെയ്തുവെന്ന് ചില പത്രക്കാർ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഇന്നും കർത്താവ് ജനിക്കാൻ ഇടമില്ലാതെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇന്നും കർത്താവ് ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ട്.
ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അവർക്ക് വിശപ്പുണ്ടെന്ന് അവന് മനസ്സിലാക്കി. ശിഷ്യന്മാരോട് ചോദിച്ചു, നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? ശിഷ്യന്മാരെ കർത്താവിനെ കെണിയെപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ മുഴുവൻ തപ്പി നോക്കിയിട്ട് ആകെ കൂടെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമാണ് കണ്ടത്. അത് ഇടിച്ച് പൊടിച്ച് വെള്ളത്തെ കലക്കി സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ പോലും തികയില്ല. 5000 പുരുഷന്മാർ തന്നെയുണ്ട്, ഇരട്ടി സ്ത്രീകളുണ്ട്, ധാരാളം കുട്ടികളുണ്ട്. നടക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ഇവരെ പറഞ്ഞയച്ചാൽ കടകൾ പൂട്ടുന്നതിന് മുമ്പ് ഇവരെ കടകളിൽ കയറി ഭക്ഷണം വാങ്ങി കഴിക്കും. കർത്താവ് പറഞ്ഞില്ല, നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. 5 അപ്പവും 2 മീനും കർത്താവ് എടുത്തുയർത്തി വാഴ്ത്തി അത് മുറിച്ചു, അത് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ കളയരുത്, അത് കൂട്ടിവെക്കാൻ പറഞ്ഞു. അത് 12 കൊട്ട നിറയെ ഉണ്ടായിരുന്നു. ഈ 12 കൊട്ട എന്ന് പറയുന്നത് നമ്മുടെ ഔദാര്യത്തിൻ്റെ, ശിഷ്യത്വത്തിൻ്റെ ശ്ലൈഹികതയാണ്. ഞാനും നിങ്ങളൊക്കെ ഈ 12 കൊട്ടയുടെ പ്രതീകങ്ങളാണ്. ഇപ്പോഴത്തെ വിൻസെൻ്റ് പോളുകാർ നിങ്ങൾ ഈ 75 കൊല്ലം കൊണ്ട് ചെയ്തത് കൂട്ടിവെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദനഹക്കാലം നമ്മുടെ മുൻപിലെ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, കർത്താവ് ഇനിയും ജനിക്കണം, കർത്താവ് ഇനിയും അത്ഭുതങ്ങൾ ചെയ്യണം, കർത്താവ് ഇനിയും കുരിശ് ചുമക്കണം, കർത്താവ് ഇനിയും മരിച്ചുയർത്തെഴുന്നേൽക്കണം. അത് നമ്മുടെ സമൂഹത്തിലെ ഞാനും നിങ്ങളും കരങ്ങൾ കോർക്കുമ്പോൾ സംഭവിക്കും. ഈ ഇടവക പള്ളി ഞാനൊരിക്കലും ഇവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10-15 ലക്ഷം രൂപ തരാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു പള്ളി പണിയാം. അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആളുകൾക്ക് അങ്ങനൊരു ആഗ്രഹമുണ്ട്, കുറേ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 15 ലക്ഷം രൂപ കൊണ്ട് ഒരു പള്ളിയൊന്നും പണിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ 150, 1,50,00,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനും പറ്റുകയില്ല. പക്ഷെ നിങ്ങൾ തന്ന പൈസ ഉപയോഗിച്ചിട്ട് ഒറീസായുടെ ഒരു അതിർത്തിയിലെ നമ്മൾ ഒരു ചെറിയ പള്ളി പണിതിട്ടുണ്ട്. നിങ്ങൾ അച്ഛനും ഒക്കെ കൂടെ വല്ലപ്പോഴൊന്ന് വരണം, ആ പള്ളി കാണണം. ഞാനിത് നിങ്ങളോട് പറയുന്നത് കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ ധനഹായും തീർന്നതല്ല, ഒരിക്കലും തീരുന്നതല്ല. അത് തുടരേണ്ടതാണ്. അത് തുടരണമെങ്കിൽ ഞാനും നിങ്ങളും കരങ്ങൾ കോർക്കണം. കർത്താവ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാം എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും? കർത്താവ് ചോദിച്ചത് നടക്കാത്തൊരു കാര്യമാണെന്ന് സൂചിപ്പിക്കാനാണ് ബർത്തലോമിയായും പീലിപ്പോസും അന്ത്രയോസൊക്കെ വന്ന് കർത്താവിനോട് പറഞ്ഞത്. കർത്താവ്, ഞങ്ങൾ ഇവിടെയൊക്കെ തപ്പി നോക്കി, ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ ബാക്കിയൊന്നും ഇവിടെ ഇല്ല. അതേക്കുറിച്ചിട്ട് ഒരു ബൈബിൾ വ്യാഖ്യാനത്തിൽ ഞാൻ കണ്ടു, കർത്താവ് ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് പ്രസംഗം കേൾക്കാൻ വരുന്നവരൊക്കെ കരുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒക്കെ പൂത്തിവെച്ചതാ. ഈ കുട്ടിക്ക് കളങ്കമില്ലായിരുന്നു. ഇവൻ്റെ അമ്മ വാഷ്റൂമിൽ പോയിക്കായിരുന്നു. ആ സമയത്താണ് ശിഷ്യന്മാർ ചെല്ലുന്നത്.
അമ്മ വാഷ്റൂമിൽ പോയിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കിട്ടില്ല. അമ്മ വരുമ്പോ ഈ കുട്ടിയുടെ ഫിലിപ്പോസും അന്ത്രയോസും കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണം. അമ്മ ഓളിയിട്ട് കരഞ്ഞു. എന്താണ്ടാ കാണിക്കണമെന്ന് ചോദിച്ചപ്പോ കർത്താവ് പറയും, നീ പേടിക്കേണ്ട, അവങ്ങ് വരട്ടെ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തന്ന 5 അപ്പവും 2 മീനും ഒരുപക്ഷെ ഞങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷെ അതെടുത്തുയർത്തി വാഴ്ത്തുന്നൊരു കർത്താവുണ്ട്, അതെടുത്ത് മുറിച്ച് പങ്കിടുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ വലിയ ശുശ്രൂഷയിലെ കുനമുച്ചി ഇടവകക്കാര് കൂട്ടുപങ്കാളികളായി. അതുകൊണ്ട് നിങ്ങൾ തന്ന കാശ് ഒരു നയാ പൈസ ദുർവ്യയം ചെയ്തിട്ടില്ല. അതിങ്ങനെ തിരുമ്പി അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഔദാര്യം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടും നിങ്ങളുടെ കാരണവന്മാരുടെ ഓർമ്മയ്ക്കായിട്ടും മിഷനിലെ റായ്ദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ മിഷൻ സെൻറ്റർ രൂപപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ട്. ഞാൻ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം. ഈ കൂനമുച്ചി ഇടവക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ അവൻ്റെ പേരിൽ ഇനി കാശ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഈ കൊടുക്കൽ വാങ്ങലാണ് സുവിശേഷം. നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കൈനീട്ടി വാങ്ങുന്നിടത്തൊക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം തുടരുകയാണ്. കർത്താവിൻ്റെ സുവിശേഷം യാഥാർത്ഥ്യമാകുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, വിൻസെൻ്റ് പോളുകാരെ 75 കൊല്ലം പൂർത്തിയായെന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയ കാരണവന്മാരെ സത്യം പറഞ്ഞാൽ ഈ ജൂബിലിയുടെ വേളയിൽ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം അവരെ തുടങ്ങി വെച്ചത് അവിടെ പിൻതലമുറക്കാരെ അവരെക്കാളും മനോഹരമായിട്ടും അവരെക്കാളും ശക്തമായിട്ടും അവരെക്കാളും വിപുലമായിട്ടും നടത്തുകയാണ്. എന്നോട് പറഞ്ഞു, ഈ കുർബാന കഴിയുമ്പോൾ നിങ്ങൾ പണിത് കൊടുക്കുന്ന 5 വീട് അല്ലേ, 5 വീടുകളിലെ ഒരു വീട് തട്ടിപ്പിതാവ് പോയിട്ട് വെഞ്ചിരിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, പടക്കം പൊട്ടിച്ചും ഗുണ്ട് പൊട്ടിച്ചും നമ്മൾ കളയുന്ന കാശ് അതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഞാനത് പിതാവ് വന്നിട്ട് ഞങ്ങളുടെ പെരുന്നാളിന് കൊളങ്കലിക്ക് പോവല്ലേ എന്ന് പറയുന്നത് നിങ്ങൾ പറയും, വേണ്ട, അതൊന്നും ഞാനെതിരല്ല, ഒക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മൾ പലപ്പോഴും ചെലവ് ചെയ്യുന്നത് ഈ സമൂഹത്തിലെ എന്നും നിലനിൽക്കുന്ന ഓർമ്മയായിട്ട് തീരാൻ കാരണമാകട്ടെ. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, എൻ്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടാടുവിൻ, ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യുവിൻ. അതുകൊണ്ട് കുനമുച്ചിയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും തട്ടിൽ പിതാവ് ഒരുപാട് കടപ്പാടോടും വലിയ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ മിഷൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ തന്നതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ തന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മനോഹരമായിട്ട് റായ്ദുർഗ മിഷനിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ തിരക്കുകളൊക്കെ കഴിയുമ്പോൾ അവധിക്കാലത്തൊക്കെ നോക്കിയിട്ട് അച്ഛൻ നിങ്ങളൊക്കെ കൂടെ അവിടെ വരികയാണെങ്കിൽ ആ ജനത്തോടു കൂടെ നമുക്ക് നിങ്ങളുടെ സന്തോഷം അവരുടെ രീതിയിൽ പ്രകടിപ്പിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ പലപ്പോഴും, ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ വേസ്റ്റ് കളയുന്നുണ്ട്. എന്തോരം വേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ കളയുന്നത്. ഞാനിങ്ങനെ ഒരാഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോഴേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തോരം വേസ്റ്റാണ് നമ്മൾ വരുത്തുന്നത്. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾക്കത് വല്ലയിടത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ
ധാരാളം നല്ല സാധനങ്ങൾ വേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കാര്യം ചെയ്തു. ഈ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിനെ എത്ര കാശുള്ള ഉടുപ്പുകളാണ് നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ ഒരൊറ്റ ദിവസം ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം അപ്പാപ്പിനെ അമ്മാമേനെ കാണാൻ പോകുമ്പോൾ എടുക്കും, പിന്നെ അതിന് ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങൾ പല ഇടവുകളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഉടുപ്പുകൾ കളക്ട് ചെയ്തു. എന്നിട്ട് ആദ്യമായിട്ട് മാമോദീസ കൊടുക്കുന്ന ആളുകളെ അത് ഇടിപ്പിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ, എന്തുമാത്രം സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ, ഞാൻ പറയുമ്പോൾ ഉപയോഗമില്ലാത്ത വസ്ത്രങ്ങളെല്ലാം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളെല്ലാം, നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കുന്ന വസ്ത്രങ്ങൾ, സാരികൾ, ഉടുപ്പുകൾ, അതൊക്കെ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുറവിയാണ്. അത് നമ്മൾ വന്ന് കാണുമ്പോൾ നമുക്കറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഇവർ കുളിക്കില്ല, ഡ്രസ്സ് മാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുളിക്കാൻ വെള്ളം വേണ്ടേ, ഡ്രസ്സ് മാറാൻ പെയർ വേണ്ടേ. നമ്മൾ അവരെ സുവിശേഷം അറിയിക്കുന്നത് പലപ്പോഴും കർത്താവിൻ്റെ സുവിശേഷത്തെക്കാൾ കൂടുതൽ വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നന്മ പ്രവൃത്തികളിൽ നിങ്ങൾ കരം കോർക്കുന്നവരാകാൻ ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മൾ കല്യാണങ്ങളും മരണാവശ്യങ്ങളുടെ അടിയന്തരങ്ങളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ വിളിച്ച ആളുകൾക്ക് കൊടുക്കാനായിട്ട് കരുതിയത് വിചാരിച്ചോർത്ത ആളുകൾ വരാണ്ട് ബാക്കി വരുമ്പോൾ കൊണ്ടു കൊടുക്കാനുള്ള സ്ഥലമാണ് അനാഥശാല എന്ന് നിങ്ങൾ കരുതരുത്. അവരാരും ഓർത്തിട്ടല്ല, ഇവിടെ ബാക്കി വന്നു, ഇനിയിപ്പോൾ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല, ഇതിന് വഴിയിൽ കളയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ വിളിക്കും, നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ കുറേ ഭക്ഷണം ബാക്കി വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന്. ആവശ്യം കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർ പറയും, നിങ്ങൾ കൊണ്ടുവന്നോ, ഞങ്ങൾ മേടിച്ചോളാന്ന്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ ആഘോഷം നടത്തിയപ്പോൾ ഇങ്ങനെ പാവങ്ങളുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ചത് തിന്നു തീർക്കാൻ ആളില്ലാണ്ടായപ്പോൾ നിങ്ങളത് അനാഥശാലയെ വിളിച്ച് കൊടുക്കുന്നത്. ഞാനതിനെ ഒരു പ്രയോഗം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പിതാവ് പരിഹാസമാണെന്ന് പറഞ്ഞ് കളിയാക്കരുത്. അത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് തിന്നാൻ ആളില്ല, ഇത് കളയാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതാരെങ്കിലും കൊണ്ട് തിന്നോട്ടെ എന്ന് പറയുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള ഒരു കാഴ്ച, അതാണ് വിൻസെൻ്റ് പോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണമേന്മയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്കുള്ളതിനേക്കാൾ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. ഞങ്ങൾ കരം നീട്ടുന്നു, നിങ്ങൾ തരുന്നു. നിങ്ങൾ തരുന്നത്, നിങ്ങൾക്ക് എത്ര ദത്തു കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടോ? 10 ദത്തു കുടുംബങ്ങളുണ്ട്. അതെല്ലാം കത്തോലിക്കനാണോ? ആകണമെന്നില്ല. നിങ്ങൾ 10 ദത്തു കുടുംബങ്ങൾ ഈ കൊച്ചടവക വിൻസെൻ്റ് പോൾ വഴി പരിപാലിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സുവിശേഷം എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ ധനഹം എന്താ ഉള്ളത്? അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. എൻ്റെ വീട്ടിലെ ഒരിക്കലും ഉപയോഗിക്കാതെ ഞാൻ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, സത്യം പറഞ്ഞാൽ കർത്താവ് നിത്യവിധിക്ക് പറയുന്ന വാക്കുകൾ ശരിയാണ്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ, ഞാൻ കിടപ്പാടമില്ലാത്തവനായിരുന്നു, നീ എനിക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഈ ധനഹ തിരുനാളിൻ്റെ ഞായറാഴ്ചയിലെ കുർബാന, ധനഹായുടെ ആദ്യത്തെ ഞായറാഴ്ചയിലെ കുർബാന കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ട്, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം തുടരുകയാണ്. എന്നിലൂടെ, നിങ്ങളിലൂടെ,
നമ്മുടെ ഇടവകയിലൂടെ, നമ്മുടെ സംഘടനകളിലൂടെ. അതിൽ ഞങ്ങളൊക്കെ കൂട്ടുപങ്കാളികളാണ്. ഞങ്ങളിലൂടെ നിങ്ങളുടെ ഔദാര്യം പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിപ്പെടാൻ കാരണമാകുന്നു. നിങ്ങൾ 15 ലക്ഷം രൂപ തന്നപ്പോൾ ഒരു കുഗ്രാമത്തിലെ, ഒരു കുഞ്ഞ് ഗ്രാമത്തിലെ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ സംവിധാനം. അതുകൊണ്ട് മുഴുവനായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് വേറെ ആളുകളും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുനമുച്ചി ഇടവകയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ, വിൻസെൻ്റ് പോളിൻ്റെ 75ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ നന്മ പ്രവർത്തികളുടെ സുഗന്ധം ലോകം മുഴുവൻ നിറയാൻ കാരണമാകട്ടെ. കർത്താവ് പറഞ്ഞു, വളരെ സത്യമാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. നല്ല സമറായക്കാരൻ്റെ കഥയിൽ കർത്താവ് പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദിയുണ്ട് പിതാവിന്. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയും നിങ്ങളുടെ ഔദാര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഈ കുർബാന മുഴുവൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതുവത്സരത്തിലെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി, വിൻസെൻ്റ് പോളിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ